നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൃപ്പങ്ങോട്ട് ഭഗവതിയുടെ മുന്നിൽ പൂജിച്ച ഉടവാൾ അഭ്യാസ പ്രകടനം നടത്തി ഇനി ഭഗവതിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും നേരത്തോട് നേരം കഴിഞ്ഞ് ഈ ശ്രീമൂലസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ തൃപ്പങ്ങോട്ട് തറവാടിന്റെ നാഥനായിരുന്ന വാസുദേവൻ അവർകളായിരുന്നു ഉടവാൾ ഏറ്റെടുത്ത് പാദസമർപ്പണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം കൊണ്ട് മൂത്ത മകൾ സുഭദ്രയെ കൊണ്ട് നാം ആ ഉടവാൾ സ്ഥാപിക്കാൻ ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ ദേവിക്ക് മുന്നിൽ പൂജിച്ചാരാധിച്ച സ്ഥിതിക്ക് ഗർഭിണിയായ സുഭദ്രയ്ക്ക് വാലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ മറ്റൊരാൾ വേണം ദേവിയുടെ മുന്നിൽ ഈ ഉടവാൾ സമർപ്പണം നടത്താൻ. എല്ലാവരോടും കൂടെ എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് വാലായ്മയുള്ള സ്ഥിതിക്ക് കുടുംബത്തിൽ മുതിർന്ന മറ്റാരും തന്നെ ഇപ്പൊ ഈ ചടങ്ങ് ചെയ്യാൻ പ്രാപ്തരല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി ഇപ്രാവശ്യം എന്റെ ഭർത്താവിനെ കൊണ്ട് ഈ ഉടവാൾ സമർപ്പണം നടത്തണമെന്ന്. ഇത് മുമ്പ് നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ച വിഷയമല്ലേ മോളെ? അത് ഉടവാൾ കുടുംബത്തിൽ നിന്ന് എടുക്കുമ്പോഴല്ലേ. സുഭദ്രയാണത് എടുക്കുന്നതിനാൽ ഔചിത്യക്കുറവൊന്നും തോന്നിയില്ല. ഇത് പക്ഷേ പൂജിച്ചു കഴിഞ്ഞ് ഗർഭത്തിന്റെ വാലായ്മ വന്ന സ്ഥിതിക്ക് ഇനി എന്തിനാണ് എല്ലാവരും ഇത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതെ, സത്യം പറഞ്ഞാൽ ഒരു വാളെടുക്കാനോ അഭ്യാസം കാണിക്കാനോ കൊതിയുണ്ടായിട്ടൊന്നുമല്ല. മറിച്ച് തൃപ്പങ്ങോട്ട് വാസുദേവൻ അമ്മാവൻ ബാക്കി വെച്ചുപോയ കർമ്മം പൂർത്തിയാക്കാന് ഞാൻ ശ്രമിക്കുന്നത്. അതെ, അച്ഛന് ഞങ്ങൾ 4 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ അച്ഛനൊരു മരുമകനായല്ല, സ്വന്തം മകനായാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എന്റെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെയാണ് കരുതുന്നതും ബഹുമാനിക്കുന്നതും. മാത്രവുമല്ല, മരിച്ചപ്പോ അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ വരെ ചെയ്തൊരാൾക്ക് അതൊക്കെ കുടുംബത്തിലെ കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരങ്ങളെ ഒറ്റയടിക്ക് കീഴ്മേൽ മറിക്കുന്നത് ശക്തമായ ദേവീകോപത്തിന് കാരണമാകുമോ എന്ന് നാം സംശയിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇങ്ങനെ ഒരു അവസരത്തിൽ ഇനി നാം എന്താ ചെയ്യാന്ന് വെച്ചാൽ, തൃപ്പങ്ങോട്ട് 2ാമത്തെ സന്തതി രാധയായിരിക്കും ഇന്നിവിടെ ഉടവാളെടുക്കുന്നതും അഭ്യാസം കാഴ്ചവെച്ച് ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നതും. രാധ മൈനറല്ലേ? മാത്രമല്ല, ദേവിയുടെ ഉടവാളെടുത്ത് ഒരു പെൺകുട്ടി അഭ്യാസ പ്രകടനം നടത്തുക എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഭഗവതിയും സ്ത്രീയല്ലേ ഭവാനി. മാത്രമല്ല, രാധ തൃപ്പങ്ങോട്ട രക്തവുമാണ്, അഭ്യാസവും വശവുമാണ്. എന്താ കുട്ടി, തയ്യാറല്ലേ? തൃപ്പങ്ങോട്ട് വാസുദേവൻ അദ്ദേഹത്തിന്റെ മരണം വരുന്ന വഴിയാണ് അറിഞ്ഞത്. ഈ ദേശം വിട്ടൊരു തീർത്ഥാടനം, അത് കഴിഞ്ഞുള്ള വരവ. വാസുദേവൻ അദ്ദേഹം ഉടവാളെടുത്ത് വീശി ദേവിയെ വന്ദിക്കുന്നൊരു അത്ഭുത കാഴ്ചയുണ്ട്. അതിന് സാക്ഷ്യം വഹിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അത് നടന്നില്ല. ഒക്കെ വിധിയാണ് ഈശ്വരിയമ്മേ.
സംഭവിച്ചു കഴിഞ്ഞ് പറഞ്ഞാലും കരഞ്ഞാലും പോയാള് തിരിച്ചു വരില്ലല്ലോ. ഇനി കുട്ടികളുടെ കാര്യമാണ്. അതിൽ മാത്രമാണ് എന്റെ ശ്രദ്ധ മുഴുവൻ. കുട്ടികൾ മാത്രമല്ലല്ലോ, ഇനിയും പിറക്കാനുള്ള ഒരു ജന്മം കൂടിയില്ലേ നിനക്ക്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ചൈതന്യം തൃപ്പങ്ങോട്ടിന്റെ തന്നെ മഹാ ഐശ്വര്യങ്ങളുടെ പുനർജന്മമാണ്. വാസുദേവൻ അദ്ദേഹത്തിന്റെ തുടർ ജീവിതം പോലെ ഒരാൺകുഞ്ഞായി അത് ജന്മമെടുക്കും. ഉത്ര നക്ഷത്രത്തിൽ അദ്ദേഹം ജനിച്ച അതേ രാശിയിലും തിഥിയിലും മഹാമായ എന്റെ അകക്കണ്ണിൽ അതാണ് തെളിയിച്ചു തരുന്നത്. വളരെ സന്തോഷം ഈശ്വരിയമ്മേ. അച്ഛന്റെ മരണശേഷം തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ ഭാവി കൂടിയൊന്ന് പറഞ്ഞു കേട്ടാൽ വളരെ ഉപകാരമായിരിക്കും. അതിനെന്താ, നമുക്ക് ശ്രമിച്ചു നോക്കാലോ. എന്തു പറ്റി ഈശ്വരിയമ്മേ? അയാള് ഈ സ്ത്രീ ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇപ്പോഴേ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്താലേ അവരുടെ പ്രവചനങ്ങളെ തടയാൻ പറ്റൂ. മേഘനാഥൻ, കോട്ടയ്ക്കൽ വിശംബരന്റെയും ഭവാനിയുടെയും ഏക മകൻ കോട്ടയ്ക്കൽ മേഘനാഥൻ. ഇതാണെന്റെ അമ്മ ഭവാനി. ഇദ്ദേഹമാണ് എന്റെ ഭർത്താവ് ഈശ്വരിയമ്മേ. വിവാഹസമയത്ത് ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ഈശ്വരിയമ്മയ്ക്ക് പരിചയമില്ലാത്തതാ. സുഭദ്രയുടെ ഭർത്താവോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ഇവിടെ പറഞ്ഞുകൂടാ. പ്രത്യേകിച്ചും ഗർഭിണിയായ സുഭദ്രയ്ക്ക് അത് ആഘാതം ഉണ്ടാക്കിയുള്ളൂ. ഈശ്വരിയമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. അത് പറയാൻ സമയമായിട്ടില്ല മോളെ. തൽക്കാലം ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കാൻ നോക്കൂ. താമസിയാതെ ഞാൻ ഒരിക്കലും വീട്ടിൽ വന്നോളാം, നിന്നെ മാത്രമായിട്ട് കാണാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.